തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില പ്രാദേശിക വിഷയങ്ങളുണ്ട്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുണ്ട്. വ്യാപാരി സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയിട്ടോ ഒരു തർക്കത്തിനും നമുക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബില്ലിങ് വാടകയ്ക്ക് കൊടുത്ത ആളുകളിലെ എല്ലാ വണ്ടികളും വൈകുന്നേരം വരെ പാർക്ക് ചെയ്യണം എന്നുള്ളൊരു നിലപാട് ഉടമസ്ഥന്മാർ സ്വീകരിക്കുന്നതിൽ തൊഴിലാളികൾക്കും ഉടമസ്ഥന്മാർക്കും ലേലം ചെയ്ത ആളുകൾക്കും അതിന് അസൗകര്യമുണ്ട്, അതിർത്തിയുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റീനെ നമ്മൾ അറിയിച്ചതാണ്. അത് മാത്രമല്ല, ലേലം കൊള്ളുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. അങ്ങനെയാണെന്നെങ്കിൽ പഞ്ചായത്ത് എഗ്രിമെൻറ്റിൽ പറയണം, പഞ്ചായത്തിൽ 57ഓളം കട റൂമുകളുണ്ട്. ഈ 57ഓളം കട റൂമുകൾ മുഴുവൻ തന്നെ എല്ലാ ഉടമസ്ഥന്മാരും വണ്ടികൾ, എനിക്കടക്കം വണ്ടിയുണ്ട്, അവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾക്ക് എങ്ങനെ സഞ്ചാരയോഗ്യമാവും? വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിലുള്ള തർക്കം ചേലക്കര ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്തുന്ന ഭാഗത്താണ്. ഷൊർണൂർ വണ്ടികൾ അവിടെ നിർത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ഷൊർണൂർ ഭാഗത്തു നിന്ന് പോകുന്ന വണ്ടികൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലത്ത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കൂടുമ്പോഴാണ് വണ്ടികൾ പോണത്. ഈ 20 മിനിറ്റ് പോകുമ്പോഴുള്ള ഷൊർണൂർ വണ്ടികളിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും കയറാൻ വേണ്ടിയിട്ട് മറ്റ് സൗകര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ അവിടെ ട്രാക്ക് വരച്ച് വളരെ വൃത്യമായ രീതിയിൽ ആ വിദ്യാർത്ഥികൾക്കും ബസ്സുകൾക്കും പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് പറ്റില്ല എന്ന് അവിടെ ചുരുക്കം ചില വ്യവസായികളുടെ നിർബന്ധ ബുദ്ധി പ്രകാരം, ഈ ഓർഡർ എന്താണെന്നറിയില്ല, ഞാനിത് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഓർഡർ പ്രകാരം, വിവരാവകാശ പ്രകാരം കൊടുത്തത് ഇത് പോലീസിനോ അധികാരികൾക്കോ ഇതിൻ്റെ ബൈക്ക് കോപ്പി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റിക്ക് സമർപ്പിച്ചേക്കാണ്. ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കാണണം. ലേലം ചെയ്ത ആളെ കാണിക്കണം. അവിടെ ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയൻ ഉണ്ട്, ബന്ധപ്പെട്ട അസോസിയേഷൻ ഉണ്ട്, 2 രജിസ്ട്രേഡ് അസോസിയേഷൻ ഉണ്ട്. അവരെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയാണ് അവിടെ ബസ്സുകൾ ഇവിടെ നിർത്താൻ പാടില്ല, ഞങ്ങളിങ്ങനെ ഇത്ര കൊല്ലത്തിന് ഇവിടെ എടുത്താക്കണത്. ഏതെങ്കിലും ഒരു ഉടമസ്ഥനോ ഏതെങ്കിലും ഒരു വ്യാപാരിയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും രേഖാമൂലം ബൈക്ക് കോപ്പി ഇതിൽ കാണാണ്ടോ? ബൈക്ക് കോപ്പി ഈ ഒരു ആശപ്രകാരം കൊടുത്തല്ലേ, ഇതിൽ ബൈക്ക് കോപ്പി ഉണ്ടോ? വ്യാപാരികൾക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉടമസ്ഥന്മാർക്ക് തന്നിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ബസ്സുകൾ അവിടെ തന്നെ നിർത്തി അതുപോലെ തന്നെ സർവീസ് നടത്തും. ഇനി അഥവാ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാപാരി സുഹൃത്തുക്കളോ സഹകരിക്കാത്ത വർഷം ഞങ്ങൾ ബസ് പുറത്തുകൂടെ പൊക്കോളാം. ഒരു കുഴപ്പമില്ല, ബസ് സ്റ്റാൻഡ് ഫീസും കൊടുക്കണ്ട, ഒന്നും വേണ്ട, തൊഴിലാളികൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ പാർക്കിങ്ങില്ല, പമ്പിൻ്റെ മുന്നിലോ വഴിയിലോ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞങ്ങൾ അത് തുടരാനാണ് ഞങ്ങളുടെ ആലോചന എന്ന് മാത്രമല്ല തീരുമാനം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കയ്യിലിരിക്കുന്നതിന് വിവരാവകാശം ആരോ കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോപ്പി മാത്രമാണ്. ഇതിൽ ബൈക്ക് കോപ്പി ഇല്ല. പോലീസിനോ അല്ലെങ്കിൽ അസോസിയേഷനോ മറ്റാർക്കെങ്കിലും കൊടുത്തതിൻ്റെ ഒരു ട്രൂ കോപ്പി വേണ്ടേ? ഇതിൽ സൂചിപ്പിക്കുന്ന വിവരാവകാശ പ്രകാരം ഇവരിങ്ങനെ കൊടുത്തു, അത് പ്രകാരം നടപടി എടുത്തു. എന്ത് നടപടി എടുത്തു? അങ്ങനെയാണെന്ന് വെച്ചാൽ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുമ്പോൾ അത് ഉടമസ്ഥന് കൊടുക്കണം. ഉടമസ്ഥനല്ല, ആരാണോ ലേലം ചെയ്ത് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കണം. തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികളുണ്ട്, ഉടമസ്ഥന്മാരുടെ ഭാരവാഹികളുണ്ട്, വ്യവസായ പ്രമുഖരുണ്ട്. ഇവർക്ക് ആർക്കും ട്രൂ കോപ്പി കൊടുത്തതിൻ്റെ ഒരു തെളിവുമില്ല. ഇതെന്തിനായ